സൈഫുദ്ദീൻ, ഇപ്പോ നമ്മുടെ ഷൈജു ആലപ്പുഴ എന്ന് പറഞ്ഞ പോലെ ഉത്സവ അന്തരീക്ഷം അങ്ങ് ആലപ്പുഴയിൽ മാത്രമല്ല, കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള എല്ലാ സ്കൂളുകളിലും നടക്കുന്ന പ്രവേശനോത്സവം അങ്ങേയറ്റം ഉത്സവ അന്തരീക്ഷത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വഴുതക്കാട് കോട്ടണങ്കിലെ ഗവൺമെന്റ് LP സ്കൂളിലാണ്. ഇപ്പോൾ എന്റെ ഒരു രൂപം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, തലയിലൊരു കിരീടമൊക്കെ ഉണ്ട്. ഒരു ഹണീബിനെയൊക്കെ ഞാൻ തലയിൽ ചൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെയുള്ള ഈ കുഞ്ഞ് മിടുക്കന്മാരെയും മിടുക്കികളെയും ഒക്കെ നമുക്ക് കാണാം. അവരിങ്ങനെ തലയിൽ കിരീടമൊക്കെ ഇങ്ങനെ വെച്ച്, ഇവിടെ ഈ പറയുന്ന പോലെ തന്നെ ഒരു മുയലിന്റെ കിരീടമുണ്ട്, ഇവിടെ ഒരു ഹണീബിയുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം പരിചയപ്പെട്ട ഒരാളാണ് വിദ്യ. വിദ്യ എന്നല്ലേ മോളുടെ പേര് പറഞ്ഞേ? എങ്ങനെയുണ്ട്, സന്തോഷമുണ്ടോ? ആദ്യമായിട്ടാണ് സ്കൂളിൽ വരുന്നത്? കൂട്ടുകാരെ കിട്ടിയോ? കൂട്ടുകാരെ കിട്ടിയോ? കിട്ടിയില്ലേ? കൂട്ടുകാരെ കിട്ടിയോ? നേരത്തെ നമ്മൾ വർത്തമാനം പറഞ്ഞല്ലേ? നേരത്തെ നമ്മൾ സംസാരിച്ചില്ലേ? പേടിയുണ്ടോ? പേടിയില്ല. സൈഫുദ്ദീൻ, ഏറ്റവും രസകരമായൊരു കാര്യമുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ നോക്കിയത് ഏതെങ്കിലും കുട്ടികൾ കരയുന്നുണ്ടോന്നായിരുന്നു. ഒരാൾ പോലും കരയുന്നില്ല, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഹായ്, ഒരു ഹായ് പറ. നമ്മൾ നേരത്തെ സംസാരിച്ചില്ലായിരുന്നോ? ഈ ബായിൽ എന്തൊക്കെയാണുള്ളത്? ഹായ്, എന്താ പേര്? അമ്മ എന്തിയേ? അമ്മ പോയോ കുഞ്ഞിനെ ആക്കിയിട്ട്? അമ്മ വീട്ടിൽ പോയോ? അവിടെ ഉണ്ടല്ലേ. ഈ ബാഗിൽ എന്തൊക്കെയുള്ളേ? പേടിയുണ്ടോ? പേടിയുണ്ടോ? ഹാപ്പിയാണോ? ഹായ് പറയാവോ? സൈഫുദ്ദീൻ, അങ്ങനെ പല രസകരമായിട്ടുള്ള അനുഭവങ്ങളുള്ള കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. പലരും ഭയങ്കര സന്തോഷത്തിലും, അതുപോലെ തന്നെ ചില ആളുകൾക്ക് ആശ്ചര്യമുണ്ട്, മറ്റു ചിലർക്ക് പേടിയുണ്ട്. ഒരു കുട്ടി ഇവിടെ ചെറുതായിട്ടൊന്ന് കരയാൻ ഒരു ചെറിയ ചിണുക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അവരുടെയൊക്കെ ഒരു പ്രതികരണമൊക്കെ നമുക്ക് ലഭ്യമാക്കാം. ചിലർക്ക് ഇതിലെ പേടിയും, അങ്ങനെ രസകരമായിട്ടുള്ള കാഴ്ച അനുഭവങ്ങൾ നമുക്കിവിടെയുണ്ട്. എന്തായാലും കോട്ടൺകില്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വലിയ ഒരു ഉത്സവ അന്തരീക്ഷം ഇവിടെയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് കുട്ടികളെയൊക്കെ തന്നെ കാണാം. അവരിങ്ങനെ, എന്താ പേര്? ഫാത്തിമ. ഫാത്തിമ, എന്തൊക്കെ ബാഗിലുള്ള? ഈ ബാഗിൽ എന്തൊക്കെയുള്ള? ഈ ബാഗിൽ എന്തൊക്കെയുള്ള? ഈ ബാഗിൽ എന്തൊക്കെയുണ്ട്? എന്തൊക്കെയുള്ള? എന്താ പേര്? കൂട്ടുകാരെ കിട്ടിയോ? കൂട്ടുകാരെ ആണോ? അപ്പോ സൈഫുദ്ദീൻ, ഈ പറയുന്ന പോലെ ആർക്കും ഒരു ഈ പറയുന്ന ആശ്ചര്യം കണ്ണിലൊക്കെ ഉണ്ട്. അയ്യോ, കരയാണോ? കരയുന്നുണ്ടോ? പേടിയാണോ? അമ്മ എടുത്തുണ്ടല്ലോ. എന്താ പേടിയാ? പേടിയില്ല, കരച്ചില്ല. അമ്മ മാറിയിരിക്കും എന്നുള്ള ഒരു കരച്ചില്. അമ്മ പോകത്തില്ല. അങ്ങോട്ട് നോക്കി, അമ്മയെ പിടിച്ചിരുന്നോ? അമ്മ പോവോ? അവന്റെ പേരെന്നാ? ആദി. കൂട്ടുകാരെ കിട്ടിയോ? ബാക്കി വേറെ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യും? കൂട്ടുകാരെ കിട്ടിയില്ല. ആദ്യമായിട്ട് വന്നതാണ്. അമ്മ പോവോ ഇപ്പൊ മോനായിട്ടില്ല? ഇല്ലല്ലോ. അമ്മ സ്കൂളിൽ അമ്മ സ്കൂളിൽ ഇരിക്കണോ? മോന്റെ അടുത്ത് അമ്മ ഇരിക്കുന്നു പറ. അമ്മ ഇരിക്കുന്നു പറ. അമ്മ ഇരിക്കുന്നു പറയും. അയ്യോ, നീ കണ്ണൊക്കെ നിറയുന്നു. അപ്പം എങ്ങനെയുണ്ട്? എന്താ പ്രതീക്ഷകളൊക്കെ? പ്രതീക്ഷ നല്ല പ്രതീക്ഷകളാണ്. കരച്ചിലാണ്, രാവിലെ തൊട്ടൊരു കരച്ചിലായിരുന്നു. വരുന്നോണ്ടാണ് എന്റെ ബുദ്ധിമുട്ട്. ചേച്ചിമാരൊക്കെ ഇവിടെയാണ് പഠിക്കുന്നത്. കുഴപ്പമില്ല. തലയിൽ എന്താ വെച്ചേക്കുന്നേ? തലയിൽ എന്താ വെച്ചേക്കുന്നത്? വലിയ പാടാ. അപ്പോ സൈഫുദ്ദീൻ, അങ്ങനെ വലിയ പാടാണ്. നമുക്ക് ഇവരെ കൂടെ ഈ മിടുക്കന്മാരെയും മിടുക്കളെ കൂടെ സംസാരിപ്പിക്കാനായിട്ട്. പക്ഷെ കുറച്ചൊക്കെ കഴിയുമ്പോൾ ആക്റ്റീവ് ആകും. അങ്ങനെ എല്ലാവരും ഭയങ്കര രസകരമായിട്ട് സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് ഇങ്ങനെ രസകരമായിട്ടിരിക്കുകയാണ്. അതിലെ കിരീടമൊക്കെ വെച്ചിട്ട്. ഹായ്, നല്ല ശരിയാണല്ലോ. ഒന്ന് ശരിച്ചേ. ഹായ്, എന്താ പേര്? എത്ര? 1ാം ക്ലാസ്സിലല്ലേ? ആ, കൂട്ടുകാരെ കിട്ടിയോ? എന്തിയെ കൂട്ടുകാരൻ? കൂട്ടുകാരനെ വിളിച്ചേ. എന്താണ് കൂട്ടുകാരൻ? കൂട്ടുകാരന്റെ പേരെന്നാ? നീരവ്. അപ്പോ വന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ പല ആളുകൾക്കും കൂട്ടുകാരെയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രസകരമായിട്ട് അധ്യയനം തുടങ്ങുകയാണ്. ഏതാണ്ട്
3.5 ലക്ഷത്തിലധികം കുരുന്നുകൾ നവാഗതരായിട്ട് കേരളത്തിലെ വിവിധ സ്കൂളുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ 36 ലക്ഷത്തിലധികം കുട്ടികളാണ് ഇന്നിപ്പോൾ ഈ അക്കാഡമിക് വർഷം തുടങ്ങുമ്പോൾ സ്കൂളുകളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഹയർ സെക്കൻഡറി +1 +2 കൂടെയൊക്കെ ആകുമ്പോൾ ഏകദേശം ഏതാണ്ട് ഒരു 40 ലക്ഷത്തിലധികം കുട്ടികൾ കൂടി സ്കൂളിലേക്ക് വരുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആദ്യത്തെ 2 ആഴ്ചക്കാലം ഈ പറയുന്ന പോലെ പുസ്തകങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ള ഒരു പഠന രീതി ആയിരിക്കില്ല. മറ്റ് പല കാര്യങ്ങൾ കൂടി കുട്ടികൾ പഠിക്കണം. പ്രത്യേകിച്ച് ഒരു പൊതുവിജ്ഞാനം കുട്ടികൾക്ക് വേണം. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളിൽ കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യത്തെ 2 ആഴ്ചക്കാലമുള്ള ലക്ഷ്യം. പ്രത്യേകിച്ച് ലഹരിക്കെതിരായുള്ള കാര്യങ്ങൾ കുട്ടികളെ ബോധവാന്മാരാക്കുക, അതുപോലെ തന്നെ ഈ പോക്സോ അടക്കമുള്ള കാര്യങ്ങളിൽ കുട്ടികൾക്ക് അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പരിസര ശുചിത്വം, വ്യക്തി ശുചിത്വം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കേണ്ടതാണ്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ 2 ആഴ്ചക്കാലം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഏതായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ കുട്ടികളെ മുമ്പിലെത്തിയതിനു ശേഷം പുറകിലിരിക്കുന്നതാണ്. ഏതാണ്ട് ഒരു 9:30 തന്നെ പ്രവേശനോത്സവ നടപടികൾ വിവിധ സ്കൂളുകളിലായി തുടങ്ങും. സൈഫുദ്ദീൻ.